ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ നമ്മൾ പറയുകയായിരുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ടു, തദ്ദേശീയമായി ഇത് വികസിപ്പിച്ചെടുത്തു. 1971 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ 54 വർഷത്തിനു ശേഷമുള്ളത് എന്നുള്ളത് പാകിസ്ഥാൻ ഇതിനകം തന്നെ ബോധ്യമായിട്ടുണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തുടർച്ചയായിട്ട് നടക്കുന്ന നമ്മളുടെ ബ്രീഫിങ്ങുകൾ, മീറ്റിങ്ങുകൾ, അതിൻ്റെയൊക്കെ സ്വഭാവം. അതേസമയം ഇതൊന്നുമില്ലാതെ പാകിസ്ഥാനിൽ ആർമി വളരെ പിഴച്ച നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലത്തെ നീക്കത്തിനെതിരെ അസീം മുനീറിനെതിരെ വലിയ രോഷമുണ്ട് പാകിസ്ഥാൻ്റെ മിലിറ്ററിയിൽ തന്നെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യയിലേക്ക് ഇന്ത്യ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇന്ത്യയിലേക്ക്, പഴുതടച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇന്ത്യയിലേക്ക് ഇന്നലെ രാത്രിയിൽ അവർ തൊടുത്ത ഡ്രോണുകളൊന്നും ലക്ഷ്യം കാണാതെ പോയി. അതേസമയം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ ഇന്ത്യക്ക് തെളിവായി ഇന്നിപ്പോൾ ഇതാ പറയുകയാണ്, സിവിൽ എയർലൈൻ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് ടർക്കിഷ് ഡ്രോണുകൾ പറത്തുകയും അവാക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. ചില വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ നാഷണൽ മീഡിയ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ടില്ല. ചുരുക്കത്തിൽ മിലിറ്ററി നീക്കം പിഴച്ചു. അസീം മുനീർ അവിടെ നേരിടുന്നത് വലിയ പ്രതിരോധമാണ്. എന്നാൽ ഇവിടെ നോക്കൂ, കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ ഇല്ലേ? നമ്മൾ സാധാരണ പറയുമ്പോൾ എല്ലാ നേതാക്കളും മിലിറ്ററി സർവേലൻസിലാണ്. മിലിറ്ററി സർവേലൻസ് ചെയ്തുകൊണ്ട് നേതാക്കൾ വരുന്നു. കൃത്യമായിട്ട് പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ നീക്കം ആഭ്യന്തര വകുപ്പ് മന്ത്രി നോക്കുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രി നോക്കുന്നു. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഇവിടെ ഫിക്സ് ചെയ്യുന്നു. പാകിസ്ഥാനിൽ ആ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇപ്പോൾ അഡ്വാൻറ്റേജ് ഇന്ത്യയാണ് നമ്മുടെ ഈ പ്രിപ്പയർഡ്നെസ്സിൽ എന്ന് പറയാൻ കഴിയില്ലേ മോഹൻ വർഗീസ്? തീർച്ചയായും യാതൊരു സംശയവുമില്ല. പ്രിപ്പയർഡ്നെസ്സിൽ മാത്രമല്ല, ഓപ്പറേഷൻ ഡൈനമിക്കിലും, അത് ലോകത്തോടായി പറയുന്ന രീതിയിലും ഇന്ത്യ കാട്ടുന്ന പ്രൊഫഷണലിസം ആൻഡ് പ്രിസിഷൻ അത് മഹനീയമായ ഒരു കാര്യമാണ്. ലോകം അത് വെറുതെ കണ്ടു നിൽക്കുകയല്ല, അത് ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കൂ, ഒരു റോഗ് സ്റ്റേറ്റിൻ്റെ ലക്ഷണമാണ് മൃദു ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അതൊന്ന്. രണ്ട്, മനുഷ്യ കവചം ഒരുക്കുക. അത് അതീവ ഭീരുത്വം നിറഞ്ഞ കാര്യമാണ്. നോക്കൂ, വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങളുടെ കവറിൽ ഡ്രോണുകൾ അയക്കുക എന്ന് പറയുന്നത്, ദമാമിൽ നിന്ന് ഉയർന്ന് പാകിസ്ഥാനിലേക്ക് വന്ന വിമാനം സഞ്ചരിച്ച പാതയിൽ ഡ്രോണുകൾ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിൽ നിന്നൊരു റിറ്റാലിയേറ്ററി സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ യാത്രാ വിമാനം തകർന്നു വീഴും. ആ യാത്രാ വിമാനം തകർന്നു വീണാൽ അത് കാട്ടിക്കൊണ്ട് ഫൗൾ ഫൗൾ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. പക്ഷേ എന്തുകൊണ്ടോ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി അവിടെ സംഭവിച്ചില്ല. ഇന്ത്യക്ക് അത് തിരിച്ചറിയാൻ തക്ക സാങ്കേതിക മികവ് ഉണ്ടായി എന്നതാണ് വളരെ പ്രധാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഞാൻ ചർച്ചയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്മാറുന്നതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ഈ ചൈന ഫാക്ടർ കൂടി ഒന്ന് ടച്ച് ചെയ്യാതെ അത് പൂർണ്ണമാകില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് പറയുകയാണ്. ചൈന മേ നോട്ട്, ടു മീ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ, ചൈന മേ നോട്ട് ഇൻവോൾവ് ഡയറക്ട്ലി അറ്റ് ഓൾ. ചൈന പറഞ്ഞാൽ ഒരു പക്ഷേ പാകിസ്ഥാൻ പിൻവലിക്കുമായിരിക്കും. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ബലൂച്ച് മേഖല വലിയ ഒരു ബാലികേറ മലയായി മാറുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ചൈന ബലൂചിസ്ഥാൻ്റെ മൈനിങ് സെക്ടറിൽ നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഒരു പിടികിട്ടാത്തൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് ബലൂചിസ്ഥാൻ എന്ന ഭാഗം പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകുക എന്നതായിരിക്കാം ഈ യുദ്ധം കഴിയുമ്പോഴുള്ള ബാക്കി പത്രം. അങ്ങനെ സംഭവിച്ചാൽ ചൈനയ്ക്ക് ബലൂച്ച് മേഖലയിൽ പിടിമുറുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യയായിരിക്കും ആ പ്രദേശം വാഴുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് നിർത്തുന്ന രീതിയിൽ ചൈന കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഓടിക്കരുത് എന്ന ഒരു പ്രമാണം ദ ഡ്രാഗൺ നേഷൻ അറിയാം എന്നാണ്. അതുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ചൈന ഒഴിവാക്കില്ല, വേണ്ട എന്ന് വെക്കില്ല. അതുകൊണ്ട് പരമാവധി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രിപ്പയർഡ്നെസ്, ഇന്ത്യൻ കരസേനയുടെ ഇത് ചൈനയ്ക്ക് പഠിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ച് ഇതുവരെ ലോകത്തിന് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. നമ്മളിപ്പോൾ ഉപയോഗിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമാണ്. ഇനിയാണ് തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത അർജുൻ ബാറ്റിൽ ടാങ്കിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത തേജസ് വിമാനങ്ങളുടെയും പ്രഹരശേഷി അളക്കേണ്ടത്. ഇന്ത്യ ഒരു ഓർഡിനൻസ് മേക്കിംഗ് ഒരു സെറ്റപ്പാണ്. പക്ഷേ അത്യന്താധുനികമായ ആയുധങ്ങൾ, വിമാനങ്ങൾ ഉൾപ്പെടെ, ടാങ്കുകൾ ഉൾപ്പെടെ, അന്തർവാഹിനികൾ ഉൾപ്പെടെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാനുള്ള അവസരം വരികയാണ്. ഇത് ചൈന ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. യഥാർത്ഥ യുദ്ധം സംഭവിച്ചെങ്കിൽ മാത്രമേ ഡോക്ടർ അരുൺ ഈ ആയുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ചും ഷാർപ്നെസ്സിനെ കുറിച്ചും മനസ്സിലാകൂ. ഇത് ലോകരാജ്യങ്ങൾ, ചൈന മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു എസ്കലേറ്ററി മോഡിലേക്ക് പോകാൻ ലോകത്തിന് താല്പര്യമില്ല. ലോകം ഓൾറെഡി
വലിയ രണ്ട് യുദ്ധങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ദക്ഷിണ ഏഷ്യൻ ഒരു ഭാഗത്ത് ഒരു ന്യൂക്ലിയർ യുദ്ധം പോലെയുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എസ്കലേറ്ററി പൊട്ടൻഷ്യൽ, ഹൊറിസോണ്ടൽ എസ്കലേഷൻ സാധ്യത കൂടുതലാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ പോലും രാജ്യങ്ങൾക്ക് പക്ഷം പിടിക്കേണ്ട ഒരു അവസരം വരും. നേരത്തെ മിസ്റ്റർ നിർമ്മല അബ്രഹാം പറഞ്ഞതുപോലെ ഇന്ത്യ വിദേശത്തേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമിതികളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഇവിടെ പാകിസ്ഥാനെ ആത്യന്തികമായി ഞെരുക്കണമെങ്കിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഹോളുകൾ വീഴണം. ഇപ്പോൾ തന്നെ താറുമാറായ സമ്പദ് വ്യവസ്ഥയിൽ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനാവില്ല. അന്താരാഷ്ട്ര സമിതികൾ IMF ഉൾപ്പെടെ ബെയിൽ ഔട്ട് പാക്കേജുമായി വരില്ല. കൃത്യമായ തെളിവുകൾ അവർക്ക് ആവശ്യമുണ്ട്. അത് കൈവശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നത്. IMFൻ്റെ യോഗത്തിൽ അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് IMFനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പുണ്ട്. അതായത് റൂട്ട് ചെയ്യുന്ന ഇതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. IMFൽ നിന്നും സ്വീകരിച്ച $15 ബില്യൺ അത് റൂട്ട് ചെയ്യുന്നത് ഏത് വഴിക്കാണ് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഹാജരാക്കാൻ കഴിയും. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ അടുത്ത മീറ്റിംഗിൽ ഒരുപക്ഷെ പാകിസ്ഥാനുള്ള എല്ലാ ഫണ്ട്സിങ്ങും ഫ്രീസ് ചെയ്യത്തക്ക രീതിയിൽ ഗ്രേ ആൻഡ് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ നീങ്ങിക്കഴിഞ്ഞാൽ ടെറർ ഫണ്ടിങ് എന്ന ആ ഒരു വലിയ ഒരു കാര്യം നെറ്റ്വർക്ക് അവിടെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും പാകിസ്ഥാനെ സഹായിക്കാനായി മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ചൈന ഉൾപ്പെടെ പാകിസ്ഥാൻ ഒരു ബാധ്യതയായി കണ്ടു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ തീവ്രവാദം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യത്തുമായിട്ട് ബാന്ധവമുണ്ടെങ്കിൽ ചൈനയ്ക്ക് ആത്യന്തികമായി ചൈനയുടെ ഷിൻജിയാങ് പ്രോവിൻസ് ഉൾപ്പെടെ ഒരുപക്ഷെ ഭീകരതയുടെ ഒരു താവളമായി മാറും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ചൈനയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. അന്താരാഷ്ട്ര സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയങ്ങളാണ്. ഇന്ത്യയുടെ നയതന്ത്രം ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ്.